ചെണ്ടമേളമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹമുള്ളവരെ, ചുരുളി ആൽപ്പാറ ദേശത്തെ 10,000-കണക്കിന് കുരുന്നുകൾക്ക് അറിവിന്റെ പൊൻവെളിച്ചം പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ കഞ്ഞിക്കുഴി ആൽപ്പാറ ഈ നാടിന്റെ അനശ്വര ദീപമായി അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. ഈ ആഘോഷവേള ഒരു ഉത്സവമാക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ ഈ അങ്കണത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവர்களാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി ശ്രീ ജോർജ് ജോസഫ് വയലിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളു. കുടികൊള്ളണം ഗുണവാരിതേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. സത്യം ധനം ജ്ഞാനം ബലം സ്നേഹം അഖിലാണ്ട ജീവോദയം. ഗുണവാരിതേ നീ ഗുരുവാകണം, തുണയായി നീ തണലാകണം. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ സിജു ആന്റണി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഗവൺമെന്റ് ഹൈസ്കൂൾ കഞ്ഞിക്കുഴി ആൽപ്പാറയിലെ ജൂബിലി സമാപന ആഘോഷ പരിപാടികൾക്ക് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവர்கள், ഇന്നേ ദിവസം നമ്മുടെ ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, മുഖ്യപ്രഭാഷണത്തിന് എത്തിച്ചേരുന്ന ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ്, ഇന്നേ ദിവസം ഇവിടെ ജൂബിലി സ്കോളർഷിപ്പ് വിതരണത്തിന് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രാജി ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിനോയ് വർക്കി, വാർഡ് മെമ്പർ ശ്രീമതി ലിൻസി കുഞ്ഞിമോൻ,
നമുക്ക് ഇവിടെ എത്തിച്ചേരാമെന്ന് ഇരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിൽവി സോജൻ, DPC BRC അടിമാലിയിലെ അപർണ നാരായണൻ, SMC ചെയർമാൻ ശ്രീ PT ജയകുമാർ, ജൂബിലി ജനറൽ കൺവീനർ ശ്രീ KP സുകുമാരൻ സാർ, ജൂബിലി കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശശികല രാജു, സീനിയർ അസിസ്റ്റന്റ് സിമി ടീച്ചർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ശ്രീ BT ശശീന്ദ്രൻ സാർ, പൂർവ്വ അധ്യാപക പ്രതിനിധി ശ്രീ ജോൺസൺ സാർ, ജൂബിലി കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീ ജോഷി മാത്യു, PTA പ്രസിഡന്റുമാരെ പ്രതിനിധിയായി എത്തിയിട്ടുള്ള ശ്രീ മനോജ് VM, SMC വൈസ് ചെയർപേഴ്സൺ ശ്രീമതി നിഷ ഷിജോ, PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു സജി, സ്കൂൾ ലീഡർ മാസ്റ്റർ ഗാവൻ ജിയോ, സ്റ്റാഫ് സെക്രട്ടറി മേരി ടീച്ചർ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി പ്രകാശൻ സാറ്, മറ്റ് പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധികളെ, ജൂബിലി കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, അഭിനികാംക്ഷികൾ. ആൽപ്പാറ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെ നോട്ടീസിൽ പറഞ്ഞിരുന്ന പോലെ തന്നെ ചുരുളി ആൽപ്പാറ പ്രദേശത്ത് പതിനായിരങ്ങൾക്ക് വെളിച്ചമായിട്ട് കുരുന്നുപള്ളി അറിവിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാകേന്ദ്രമാണ് നമ്മുടെ സ്കൂൾ. ആദ്യകാലത്ത് കോൺഗ്രസ്സായും ഈ ഷീറ്റ് മേഞ്ഞ ഘട്ടത്തില് പുല്ലുമേഞ്ഞും ഓടായും പിന്നീട് കോൺക്രീറ്റിന്റെ ബിൽഡിംഗ് ആയി എല്ലാം മാറി വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാ സ്ഥാപനമായി പ്രളയകാലത്ത് അനേകം ജനങ്ങൾക്ക് ഉപകാരിയായ ഒരു വിദ്യാകേന്ദ്രമാണ് നമ്മുടെ സ്കൂൾ. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ അടുത്ത കാലങ്ങളിൽ നമ്മുടെ സ്കൂളിന്റെ മികവുകൾ ജില്ലാ തലത്തിൽ സംസ്ഥാന തലത്തിൽ വരെ എത്തിച്ചേർന്ന കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറെ സ്നേഹമുള്ള സാഹോദരമായ കാര്യമാണ്. YAP സ്കോളർഷിപ്പ് നേടിയ നമ്മുടെ 2 കുട്ടികൾ 25,000 രൂപ സ്കോളർഷിപ്പോടുകൂടി ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടുകയും അവർക്ക് സംസ്ഥാന തലത്തിലേക്ക് സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അതുപോലെ സബ് ജില്ലാ തലത്തിൽ നമ്മുടെ കുട്ടികൾ മികവോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ കുട്ടികൾക്ക് ഒരു വർഷമായി നമ്മുടെ മുൻ രക്ഷിതാവ് കൂടിയായ വിജയന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പഞ്ചാരി മേളത്തിന് പരിശീലനം നേടുന്നു. അവരുടെ അരങ്ങേറ്റം കൂടി നമ്മളിവിടെ കുറിക്കുകയാണ്. 30 കുട്ടികൾ വളരെ വിജയകരമായ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് ഒരു വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മൾ ഡാൻസ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കൂടാതെ കഴിഞ്ഞ നമ്മുടെ അവധിക്കാലത്ത് ബിനോയ് സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോൾ പരിശീലന ക്യാമ്പുകൾ നടത്തുകയും വളരെ നല്ല ഒരു ഫുട്ബോൾ ടീമിനെ വാർത്തെടുക്കാൻ ബിനോയ് സാറിന്റെ നേതൃത്വത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വികസന പ്രവർത്തന ഭാഗമായിട്ട് നമ്മൾ ഇരിക്കുന്ന ഈ ബിൽഡിംഗ് മാറ്റിക്കൊണ്ട് SSKയുടെ 1 കോടി രൂപ നമുക്ക് അനുവദിച്ചു എന്ന് പറയുന്നത് ഈ അവസരത്തിൽ പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ പ്രീപെയ്ഡ് തലം മുതൽ നമ്മുടെ വികസനത്തിന്റെ പാതയിലേക്ക് ഈ 1 കോടിയുടെ വികസനം വരട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെതായിട്ട് നമുക്ക് ബാത്റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 10 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. തുടർന്നും മറ്റുള്ള കാര്യങ്ങൾക്കായിട്ട് ജില്ലാ പഞ്ചായത്തിനായിട്ടുള്ള സഹകരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്തുള്ള അഭ്യുദയകാംക്ഷികൾ എല്ലാ സഹകരണത്തോടു കൂടി വളരെ വിജയകരമായ രീതിയിൽ നമ്മൾ കഴിഞ്ഞ വർഷം ജൂൺ മാസം മുതൽ ആരംഭിച്ച ജൂബിലിയുടെ സമാപനം നമ്മൾ ഇവിടുന്ന് കുറിക്കുകയാണ്. ഇന്നേ ദിവസം വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നുകൊള്ളട്ടെ. ഇന്നേ ദിവസം നമ്മുടെ ഈ പരിപാടികൾക്ക് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇടുക്കി കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലാണ്. മെമ്പർ ചുരുളി ട്യൂഷൻ നമ്പർ ശ്രീ വിനോയ് വർക്കിയാണ്. അദ്ദേഹവും നമ്മുടെ ഈ വാർഡിലെ ഒരംഗവും നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. അടുത്തായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ലിൻസി കുഞ്ഞുമോനാണ്. അദ്ദേഹം നമ്മുടെ SMC മെമ്പർ കൂടിയാണ്. നമ്മുടെ ശ്രീമതി ലിൻസി കുഞ്ഞുമോൻ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഈ ജൂബിലി കമ്മിറ്റിയുടെ കൺവീനറായ ബഹുമാനപ്പെട്ട സുകുമാരൻ സാറാണ്. സുകുമാർ കൺവീനർ KP സുകുമാരൻ സാറിന്
ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ജൂബിലിയുടെ ചെയർമാൻ, കമ്മിറ്റി ചെയർമാൻ ശശികല ചേച്ചിയാണ്. ചേച്ചിയെത്തി അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിലും നമ്മുടെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരെയും പേരിലും ഞാൻ വ്യക്തിപരമായി സ്വാഗതം ആശംസിക്കുന്നു. ശ്രീ PT ജയകുമാറിന് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് സിമി ടീച്ചറാണ്. എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സിമി ടീച്ചറിനെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നത് ശ്രീ ജോഷി മാത്യു, നമ്മുടെ ജൂബിലി ജോയിന്റ് കൺവീനറാണ്. ജോയിന്റ് കൺവീനർ ശ്രീ ജോഷി മാത്യുവിന് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സ്വാഗതം ആശംസിക്കുക നമ്മുടെ SMC വൈസ് ചെയർപേഴ്സൺ ശ്രീമതി നിഷ ഷിജോ, HM ശ്രീമതി ലാലി ടീച്ചറിനെ നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എന്താണ് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പൂർവ്വ അധ്യാപക പ്രതിയായ ജോൺസൺ സാറാണ്. ജോൺസൺ സാറ് നമ്മുടെ ചേർത്തോട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൂടിയാണ്. അതിനേക്കാൾ ഉപരി 10-15 വർഷത്തോളം നമ്മുടെ സ്കൂളിൻ്റെ എല്ലാമായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജോൺസൺ സാറ്. വൈസ് ചെയർപേഴ്സൺ നിഷ ഷിജോയ്ക്ക് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. PTA വൈസ് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു സജിയെയും ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഇതിനേക്കാൾ എല്ലാം ഉപരി 50 വർഷക്കാലം മുമ്പ് ഒരു കുടിപ്പള്ളിക്കൂടമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായി നിന്നുകൊണ്ട് ഈ 50-ാം വർഷത്തിലും ഈ സ്കൂളിലെ ജൂബിലിയിൽ മുന്നോട്ട് വരികയും 2000-ന് ശേഷമുള്ള വിദ്യാർത്ഥികൾ പുറകോട്ട് നിന്നപ്പോൾ പോലും അവരെയെല്ലാം ഒരുമിപ്പിക്കാനും പഴയ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുരളി സാറിൻ്റെ പ്രകാശ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയത്നിച്ച നമ്മുടെ മുൻ പൂർവ്വ വിദ്യാർത്ഥിയായ BT ശശീന്ദ്രൻ സാറുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ സ്കൂൾ ലീഡർ മാസ്റ്റർ ഗാവൻ ജിയോയെ നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. മുൻ PTA പ്രസിഡന്റുമാരുടെ പ്രതിനിധി കൂടിയായ ശ്രീ മനോജ് PM ഇപ്പം നിലവിൽ നമ്മുടെ സ്കൂളിലെ PTA കമ്മിറ്റി അംഗം കൂടിയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളൊപ്പമുള്ള ശ്രീ മനോജ് PM-നും ഈ യോഗത്തിലേക്ക് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നേ ദിവസം ഇവിടെ ഈ യോഗത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി മേരി ടീച്ചർ ദിവസങ്ങളായി നമ്മുടെ ജൂബിലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഒന്നിനൊന്ന് ചേർന്നുകൊണ്ട് ഈ പരിപാടികൾ വിജയത്തിനായി പ്രവർത്തിച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി മേരി ടീച്ചറിന് നിങ്ങളുടെ ഏവരെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇന്നേ ദിവസം ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്ന നമ്മുടെ ഇടുക്കി വിഷൻ ചാനലിലെ ലാൽജി പാത്തോട്ടം, യൂട്യൂബ് ചാനലിലെ ബഹുമാനപ്പെട്ട ജോൺസൺ സാറ്, സ്കൂളിലെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, മുൻ PTA പ്രസിഡന്റുമാർ, രക്ഷിതാക്കൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഒറ്റവാക്കി സ്വാഗതം ആശംസിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.
സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിന് ജൂബിലി സന്ദേശം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി രാജി ചന്ദ്രൻ അവർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിനോയ് വർക്കി, വാർഡിൻ്റെ പ്രിയങ്കരായ മെമ്പർ ശ്രീമതി ലിൻസി കുഞ്ഞുമോൻ, നമുക്ക് സ്വാഗതം ആശംസിച്ച TTA പ്രസിഡന്റ് ശ്രീ ഷിജു ആന്റണി, നമുക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന HM ശ്രീമതി ലാലി VP, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാം എന്നായിരുന്ന അദ്ദേഹം എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു സ്കൂളിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് ആ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ്. ഞാനിവിടെ വരുന്ന കാലഘട്ടത്തിൽ ഇവിടെ കുറച്ച് ടിൻഷീറ്റ് മേഞ്ഞ കെട്ടിടങ്ങൾ, പുല്ല് മേഞ്ഞ കെട്ടിടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നതെല്ലാം മാറി അന്താരാഷ്ട്ര നിലവാരത്തിൽ പോകത്തക്ക രീതിയിലുള്ള ഒരു സ്കൂളായി നമുക്ക് മാറ്റുവാനായിട്ട് സാധിച്ചു. ഇനിയും PTA പ്രസിഡന്റ് പറഞ്ഞു, കോടികളുടെ ഫണ്ടുകൾ നമുക്ക് വരാനിരിക്കുന്നു. അതെല്ലാം ഇവിടെ വിനിയോഗിച്ച് ഏറ്റവും നല്ല നിലവാരത്തിൽ ഒരു +2 തുറന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് കൂട്ടായി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ എല്ലാ കാര്യത്തിലും സ്കൂളിൻ്റെ അഭിമാനമായി ഇപ്പം നമ്മൾ കണ്ടു, ചെണ്ടമേളം മുതൽ എല്ലാ കലാകായിക രംഗത്തും വളരെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ആ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ഒരു ആക്സിഡൻറ്റ് നടന്ന് കാല് ഒടിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. എഴുന്നേറ്റ് നിന്ന് റിപ്പോർട്ട് വായിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇരുന്നുകൊണ്ട് റിപ്പോർട്ട് വായിക്കുന്നതായിരിക്കും. ടീച്ചറിന് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ സ്കൂള് 50ാം വാർഷികം സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഒരു സ്കൂളിൻ്റെ സുവർണ ജൂബിലി എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ തന്നെ ആഘോഷമായിട്ട് നടക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ആള് വളരെ കുറഞ്ഞിരിക്കുന്നു. എന്നാലും നമ്മൾ സന്തോഷപൂർവ്വം സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. ഈ സ്കൂളിൽ നിന്ന് അനേകം കുട്ടികൾ വർഷങ്ങളോളം പഠിച്ച് നല്ല നിലയിലെ ഉദ്യോഗസ്ഥരും നല്ല കൃഷിക്കാരും ഒക്കെ ആയിട്ടുണ്ട്. നമുക്കിന്ന് ഒന്ന് കണ്ണോടിച്ച് ചുറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമുക്കറിയാവുന്ന ഡോക്ടർ, എഞ്ചിനീയർമാർ, മറ്റ് പല മേഖലകളിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും പണ്ട് പഠിച്ചിരുന്നത് നമ്മുടെ സർക്കാർ സ്കൂളിലായിരുന്നു. ഈ സർക്കാർ സ്കൂളിൻ്റെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുന്നതിന് ആ സർക്കാർ സ്കൂളിൻ്റെ ചുറ്റുമുള്ള നാട്ടുകാർ ആണ് കൂടുതൽ പ്രയത്നിക്കേണ്ടത്. അവരുടെ പങ്കാളിത്തമാണ് ഒരു സ്കൂളിൻ്റെ ഏറ്റവും മികച്ച അഭിവൃദ്ധിക്ക് കാരണം. കൂടെ അധ്യാപകരും മറ്റ് പ്രവർത്തകരും ഉണ്ടാകും. ഈ സ്കൂള് ഇപ്പോൾ 50ാം വർഷം, കുറച്ച് വർഷം കഴിഞ്ഞ് 50 വർഷം കഴിഞ്ഞ് നമുക്ക് 75ാം വർഷം ആഘോഷിക്കാം. അതുപോലെ ശതാബ്ദിയിൽ നല്ലതുപോലെ ഇതിനേക്കാൾ ഗംഭീരമായി ആഘോഷിക്കണം. ഈ വിദ്യാലയം ഒരു മുത്തശ്ശി വിദ്യാലയമായി തന്നെ മാറി വർഷങ്ങളോളം നമ്മുടെ തലമുറയ്ക്ക് അറിവ് പകർന്നു നൽകുന്ന ഒരു സരസ്വതി ക്ഷേത്രമായി തന്നെ നിലകൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾക്കും സ്കൂൾ വാർഷികത്തിനും ആശംസകൾ നേരുന്നു. ഗവൺമെൻറ് ഹൈസ്കൂൾ കഞ്ഞിക്കുഴി ആൽപ്പാറയുടെ സുവർണ ജൂബിലിയുടെ സമാപന സമ്മേളന വേദിയും വാർഷിക ദിനാഘോഷ വേദിയുടെയും അധ്യക്ഷത അലങ്കരിക്കുന്ന ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും ആരാധനായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവറുകൾ,
നമ്മുടെ യോഗത്തിലേക്ക് കടന്നു വരുമെന്ന് അറിയിച്ചിട്ടുള്ള ബഹുമാനായിട്ടുള്ള മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ആരാധനയായിട്ടുള്ള MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അവർ, ജില്ലാ പഞ്ചായത്തിന്റെ ആരാധനയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീ PT വിനു, യോഗത്തിന് സ്വാഗതം ആശംസിച്ച PTA പ്രസിഡന്റ് ശ്രീ ഷിജു ആന്റണി, സ്കൂളിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന HM ശ്രീമതി ലാലി VP, ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ ബിനോയ് വർക്കി, ഗ്രാമപഞ്ചായത്ത് ഈ വാർഡിന്റെ സ്വന്തം മെമ്പറായിട്ടുള്ള ശ്രീമതി ലിൻസി കുഞ്ഞുമോൻ, SMC ചെയർമാൻ ശ്രീ PT ജയകുമാർ, ജൂബിലി ജനറൽ കൺവീനറായിട്ടുള്ള സുകുമാരൻ സാറ്, ജൂബിലി കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടുള്ള ശശികല ചേച്ചി, സീനിയർ അസിസ്റ്റന്റ് സിനി ടീച്ചർ. ഒരു കലാലയത്തെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഒരു അക്കാദമിക് ഇയറിൽ വാർഷിക ദിനാഘോഷം എന്ന് പറയുന്നത്. ആൽപ്പാറ സ്കൂളിനെ സംബന്ധിച്ച് 2023-24 വാർഷിക ദിനാഘോഷം സുവർണ ജൂബിലി വർഷം കൂടിയായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ ഒരു അക്കാദമിക് ഇയറിൽ തുടക്കം മുതൽ സുവർണ ജൂബിലിയുടെ വിവിധ പ്രവർത്തനങ്ങൾ ഈ സ്കൂൾ കലാലയത്തിൽ നടത്തുകയുണ്ടായി. അതിൻ്റെ പ്രയോജനം ലഭിച്ചത് ഇവിടെ കടന്നു വന്നിട്ടുള്ള വത്സല്യനിധികളായിട്ടുള്ള ഓരോ കുട്ടികൾക്കുമാണ്. 50 വർഷക്കാലം ഈ ഒരു വിദ്യാലയം തുടങ്ങുന്നതിനും അത് ഇപ്പോൾ ഈ നിലയിൽ എത്തിക്കുന്നതിനും അതിൻ്റെ പിന്നിൽ പരിശ്രമിച്ച ഒരുപാട് പേരുടെ കഷ്ടപ്പാടുകളും അതിൻ്റെ നേട്ടങ്ങളുമെല്ലാം ഇവിടെ ഈ നമ്മുടെ ഉദ്ഘാടന സമ്മേളനത്തിലും അതേപോലെ ഇന്നും ഇവിടെ വിവരിക്കുകയുണ്ടായി. അതുപോലെ നമ്മുടെ ഒരു അക്കാദമിക് ഇയറിൽ ഈ കലാലയത്തിലേക്ക് വരുന്ന കുട്ടികൾക്ക് ലഭ്യമാകുന്ന മൂല്യങ്ങൾ അക്കാദമിപരമായിട്ടുള്ള മികവിനോടൊപ്പം മറ്റു പ്രവർത്തനങ്ങളും അതേപോലെ നമ്മുടെ ഓരോ ദിനാചരണങ്ങളും എല്ലാം ഇവിടെ റിപ്പോർട്ടിൽ നമ്മുടെ HM പ്രതിപാദിക്കുകയുണ്ടായി. ഏവരുടെയും അനുവാദത്തോടുകൂടി ഈ സുവർണ ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാഗ്ദാനിച്ചിരിക്കുന്നു.
ആഷിം, ഷിജോ എന്നീ കുട്ടികളെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അടുത്തതായി 8ാം ക്ലാസ്സിൽ നിന്നുമുള്ള പ്രൊഫഷൻസി അവാർഡാണ്. ഇതിനർഹയായിരിക്കുന്നത് കാതറിൻ മെറ്റിൽഡ മെൻഡസ്. സമ്മാനദാനം നിർവഹിക്കുന്നത് LPTA അംഗം ബിന്ദു സജി അവർകളാണ്. ക്ലാസ്സിൽ നിന്നും പ്രൊഫഷൻസി അവാർഡിനായി ആൽബിൻ പി കെ ക്ഷണിക്കുന്നു. ആൽബിൻ പി കെക്ക് സമ്മാനം ദാനം നടത്തുന്നത് MPTA അംഗമായിട്ടുള്ള നിഷാചാര്യ. അടുത്തതായി 10ാം ക്ലാസ്സിൽ നിന്നും പ്രൊഫഷൻസി അവാർഡ് അർഹയായിരിക്കുന്ന ബിബിന രാജൻ. ബിബിന രാജന് ഈ സമ്മാനദാനം നിർവഹിക്കുന്നതിനായി മുൻ PTA പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ജോസഫ് ചേട്ടനെ ക്ഷണിക്കുകയാണ്. ജോസഫ് കുന്നുംപുറം അവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ അവാർഡ് ദാനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അവാർഡിന് അർഹരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ നേരുകയും ഇവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്ത വിശിഷ്ട അതിഥികൾക്ക് നന്ദി പറയുകയും ചെയ്തുകൊള്ളും. ലാലി ടീച്ചർ, മറ്റ് അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഈ സ്കൂളിൻ്റെ അഭ്യുദയകാംക്ഷികളായി ഈ ജൂബിലി സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള പ്രിയമുള്ളവരെ, ചുരുളി ആൽപ്പാറ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ കെടാവിളക്കായി പ്രോജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന കന്നിക്കുടി ആൽപ്പാറ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ, അതിൻ്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലേതാണ്ട് 20 വർഷത്തോളം കാലം ഈ വിദ്യാലയത്തിലെ അധ്യാപകനായി ഈ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞത് ഒരു വലിയ കാര്യമായി, ഒരു വലിയ സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ജൂബിലിയുടെ നാളുകൾ നമുക്കറിയാം. ജൂബിലിയുടെ നാളുകൾ സ്മരണകളുടെ നാളുകളാണ്, ഓർമ്മകളുടെ നാളുകളാണ്. നമ്മുടെ വിദ്യാലയം തുടങ്ങിയിട്ട് അന്നു മുതൽ 50 വർഷങ്ങൾ പിന്നിട്ട് ആ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന അവസരമാണ് തീർച്ചയായിട്ടും ഈ ജൂബിലി ആഘോഷം. സമ്മേളനത്തിൻ്റെയും നമ്മുടെ സ്കൂളിൻ്റെ വാർഷികത്തിൻ്റെയും അധ്യക്ഷൻ PTA പ്രസിഡന്റ് കൂടിയായ ഷിജു ആന്റണി, നമ്മുടെ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജോർജ് ജോസഫ് വയലിൽ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, രക്ഷിതാക്കളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പലരും എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ട് സമയം പോയതുകൊണ്ടാണ് ചുരുക്കി പേര് വന്നത്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. ഇങ്ങനെയൊരു ദിവസം എത്താനായി ഏതാണ്ട് 1 വർഷക്കാലം മുമ്പ് കൂടിയാലോചനകളും മറ്റും നടത്തി ഓരോ പരിപാടികൾ ചാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്തുവാൻ കഴിയും. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുടെ പ്രയത്നഫലമായിട്ടാണ് ഇതുപോലെ ഇവിടെ ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് പ്രധാനമായ കാര്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ ഒരു കാലഘട്ടം വളരെ സങ്കീർണമായ ഒരു
കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത്. വിദ്യാഭ്യാസ മേഖലയെ തന്നെ തകിടം മറിക്കുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, എല്ലാവരും ഒത്തൊരുമയോടുകൂടി ജീവിച്ചു വരുന്ന, പഠിച്ചു വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ അതിർവരമ്പുകളില്ലാതെ വിദ്യ അഭ്യസിക്കാൻ LKG മുതൽ സൗകര്യമുള്ള ഇന്ത്യയിലെ തന്നെ പറഞ്ഞാൽ ഒരു ഏക സംസ്ഥാനം കേരളമാണ്. പുതിയ ഹൈടെക് സ്കൂളുകൾ, ഗവൺമെൻറ് സ്കൂളുകൾ ഹൈടെക്കുകളായി മാറിയിരിക്കുന്നു. നല്ല മാനേജ്മെൻറ്റ് സ്കൂളിനേക്കാൾ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ സംവിധാനങ്ങളുമായി വന്നിരിക്കുന്ന ഗവൺമെൻറ് സ്കൂളിൻ്റെ വിജയം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, മാതാപിതാക്കളെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഒരു നാടിൻ്റെ ഒരിക്കലും അണയാത്ത വിളക്കുകളാണ് വിദ്യാലയങ്ങൾ. ഇന്ന് ഈ ദേശത്തിൻ്റെ വിളക്കായി നിന്ന് ഗവൺമെൻറ് ഹൈസ്കൂൾ സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുകയാണ്. ഈ സുവർണ ജൂബിലിയുടെ സമാപന വേളയിൽ എല്ലാവർക്കും സുവർണ ജൂബിലിയുടെ സമാപനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ടും സ്കൂൾ വാർഷികത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സുവർണ ജൂബിലിയുടെ സമാപനാഘോഷവും സ്കൂൾ വാർഷികവും കൊണ്ടാടുന്ന ഈ വേളയിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കാനായി എത്തിയ ശ്രീ ജോർജ് ജോസഫ് ജൂബിലി സമാപനാഘോഷം ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ്, ജൂബിലി സന്ദേശം നൽകാനെത്തിയ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KD ബിന്ദു. കടവത്തൊരു തോണി ആലോലം, കടവത്തൊരു തോണി ഏലേലം തോണി ആലോലം തോണി ഏലേലം ആലോലം കുഞ്ഞൻ തോണി ഏലേലം കടവത്തൊരു തോണി ആലോലം കടവത്തൊരു തോണി. ശ്രീ ഡീൻ കുര്യാക്കോസ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് മുഖ്യപ്രഭാഷണം അർപ്പിക്കുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട MP സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഗവൺമെൻറ് ഹൈസ്കൂൾ ആൽപ്പാറയുടെ സുവർണ ജൂബിലി സമാപന സമ്മേളനം ഇവിടെ നടത്തപ്പെടുകയും ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയുമാണ്. ആഘോഷ പരിപാടിയുണ്ട്. ഈ അവസരത്തിൽ വളരെ സന്തോഷമുണ്ട്. ഈ ആഘോഷ പരിപാടികളുടെ തുടക്കത്തിലും വന്നു ചേരാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഒരല്പം വൈകിയാണെങ്കിലും ഇവിടെ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷം രേഖപ്പെടുത്തട്ടെ. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ ഉത്സവമായിട്ടാണ് നമ്മുടെ ഈ സ്കൂളിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ നടത്തപ്പെടുന്നത്. തീർച്ചയായും 50 വർഷക്കാലത്തെ പ്രൗഢമായ പാരമ്പര്യമുള്ള നമ്മുടെ ഈ വിദ്യാലയം കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അറിവിൻ്റെ അക്ഷര വെളിച്ചം പകരുന്ന തരത്തിലും അതോടൊപ്പം തന്നെ നല്ല പൗരന്മാരായി മാറുന്നതിനൊക്കെയുള്ള അടിസ്ഥാനമൊരുക്കുന്ന തരത്തിൽ ആത്മവിശ്വാസം ലഭ്യമാകുന്ന തരത്തിലേക്ക്, ആത്മധൈര്യം ലഭിക്കുന്ന തരത്തിലേക്ക് ലോകത്തിലെ ഏത് മത്സര വേദികളിലും കടന്നു ചെല്ലാൻ കരുത്തുള്ളവരാക്കി അവരെ മാറ്റുന്ന തരത്തിലേക്ക് ഒക്കെ തന്നെ പര്യാപ്തമാക്കുന്ന ഒരു വിദ്യാലയമാക്കി നമ്മുടെ ഈ സ്കൂള് ഇന്ന് എക്കാലവും നിലനിർത്തപ്പെടട്ടെ. കലാപരിപാടികൾ നല്ല പെർഫോമൻസ് എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഇവിടെ നടത്തപ്പെടുമ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം വഴി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. വരാനും എല്ലാവരെയും കാണാനും കഴിയുന്നതിനുള്ള സന്തോഷം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തട്ടെ.
ഈ സ്കൂളിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാ നിലയിലും എനിക്ക് എന്നുള്ള നിലയിലുള്ള പിന്തുണ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാ അർത്ഥത്തിലും മികച്ച ഒരു സംഘാടക സമിതി ഇവിടെ രൂപീകൃതമായി. തുടക്കം മുതൽ ആ സംഘാടക സമിതി എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയത്. ഈ സംഘാടനത്തിൻ്റെ പേരിൽ അവരെ എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ശ്രീ ഷിജു ആന്റണി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ ഭരണത്തലവൻ ശ്രീ ജോർജ് ജോസഫ് അവറുകൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാരഥി ശ്രീമതി രാജീവ് ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിനോയ് വർക്കി, നമ്മുടെ വാർഡ് മെമ്പറായ ശ്രീമതി ലിൻസി കുഞ്ഞുമാൻ, ഈ യോഗത്തിന്റെ കൺവീനറായിട്ടുള്ള KP സുകുമാരൻ സാർ, ജോയിന്റ് കൺവീനർ ശ്രീ ജോഷി കല്ലാശ്ശേരി, ഞങ്ങളുടെ പ്രിയ HM ലാലി ടീച്ചർ, സീനിയർ അസിസ്റ്റന്റ് സിമി ടീച്ചർ, പൂർവ വിദ്യാർത്ഥി പ്രതിനിധി ശ്രീ ശശീന്ദ്രൻ സാർ, പൂർവ്വ അധ്യാപക പ്രതിനിധി ശ്രീ ജോൺസൺ സാർ. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് എൻ്റെ എല്ലാ വിദ്യാർത്ഥിനികൾക്കും നന്ദിയുടെ മുച്ചണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിന്നും വിരമിക്കുന്നു. ഭാരതം ജയിക്കട്ടെ.